ഡാർസിയുടെ ഈ ഒരു പെരുമാറ്റം കാരണം അയാൾ ഒരു അഹങ്കാരിയാണ് എന്ന മുൻവിധി എലിസബത്തിന് ഉണ്ടാവാണ്. കൂടാതെ പലരും ഡാർസിയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എലിസബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളിലൂടെയും കുടുംബ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഇവരുടെയും ബന്ധവും ഒടുവിൽ പരസ്പരമുള്ള തിരിച്ചറിവുകളും അഹന്തയും മുൻവിധിയും വെടിഞ്ഞ് അവർ ഒന്നിക്കുന്നതൊക്കെയാണ് ഈ ഒരു നോവലിനകത്ത് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എലിസബത്ത് ബെനറ്റ് എന്ന് പറയുന്നത് ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടാണ്. സ്വന്തമായ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നവളും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു കഥാപാത്രമാണ് എലിസബത്ത് ബെനറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ അക്കാലത്ത് വിവാഹ കമ്പോളത്തെയും പണത്തോടുള്ള ആർത്തിയെയും ഓസ്റ്റൻ വളരെ രസകരമായ രീതിയിൽ പരിഹസിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. 1813 പ്രസിദ്ധീകരിച്ച ഒരു നോവലാണിതെങ്കിലും ഇന്നും മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവങ്ങളെയും ബന്ധങ്ങളിലെ സങ്കീർണതകളെയും കുറിച്ച് ഈ ഒരു പുസ്തകം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മനുഷ്യൻ പലപ്പോഴും മറ്റുള്ളവരെ അവരുടെ പുറമോടി കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടത് വെച്ചിട്ടൊക്കെയാണ് വിലയിരുത്തുന്നത്. എന്നാൽ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഈ മുൻവിധികളൊക്കെ മാറ്റിവെക്കണം എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് ഈ ഒരു നോവൽ നമുക്ക് നൽകുന്നത്. പ്രണയകഥ ഇഷ്ടപ്പെടുന്നവർക്കും പഴയകാല ഇംഗ്ലീഷ് ജീവിത രീതികളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഒരു മികച്ച ക്ലാസിക് നോവൽ വായിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു പുസ്തകം ചൂസ് ചെയ്യാവുന്നതാണ്. ഒരേ സമയം ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഈ ഒരു പുസ്തകത്തിന് കഴിയുമെന്നുള്ളതാണ് സത്യം. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.